അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗസ്ഥ നല്ല കർത്താവേ, അനുഗ്രഹവും മനോഹര വിലയിരുതമായ നല്ല ഈ മധ്യാഹ്നത്തോടടുക്കുന്ന സമയത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ വാക്യത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നൽകണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ വിലയേറിയ അഭിഷിക്തൻ പൗലോസ് അപ്പോസ്തലൻ നടത്തിയതായ മിഷൻ യാത്രകൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൗലോസിൻ്റെ മിഷൻ യാത്രകൾ 3 മിഷൻ യാത്രകളുണ്ട് എന്ന് ചെറിയ ക്ലാസ്സുകളിൽ, സൺഡേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മിഷൻ യാത്രകളാണ് സുവിശേഷത്തെ അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കാനിടയായി തീർന്നത്. ഈ മിഷൻ യാത്ര ആരംഭിക്കുന്ന 1-ാമത്തെ മിഷൻ യാത്ര ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അന്ത്യോക്യ എന്ന് പറയുന്ന സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അവിടെ മുതലാണ് മിഷൻ യാത്രകൾ ആരംഭിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് ആദ്യം അവർ സെലൂക്യയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അവിടെയാണ് മിഷൻ യാത്ര ആരംഭിക്കുന്നത്. അപ്പം മിഷൻ യാത്ര ആരംഭിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉടനെ പറയാം, സെലൂക്യയിലേക്കാണ് അവർ ആദ്യമായിട്ട് പോയത്. അന്ത്യോക്യ എന്ന സഭയിൽ നിന്ന് അവരെവിടേക്ക് പോയി? സെലൂക്യയിലേക്ക് പോയി. 6-ാമത്തെ വാക്യത്തിൽ പാഫോസ് വരെ അവരെത്തിയെന്ന് കാണാൻ സാധിക്കും. 13-ാമത്തെ വാക്യത്തിൽ പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പെർഗയ്ക്ക് ചെന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വെച്ച് മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ അവരെ വിട്ടു പിരിഞ്ഞു എന്ന് കാണാൻ സാധിക്കും. 14-ാമത്തെ വാക്യത്തിൽ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ, ഇവർ അന്ത്യോക്യ സഭയിൽ നിന്നാണ് പുറപ്പെട്ടെങ്കിലും പിസിദ്യ ദേശത്ത് മറ്റൊരു അന്ത്യോക്യ ഉണ്ട്. ആ അന്ത്യോക്യയിലെത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവർ ഇക്കോന്യയിൽ ചെല്ലുന്നതായിട്ട്, അതായത് 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇക്കോന്യയിൽ ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 14-ന്റെ 8-ാമത്തെ വാക്യത്തിൽ ലുസ്ത്രയിൽ എത്തിച്ചേരുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെ പൗലോസിൻ്റെ മിഷൻ യാത്ര ഇങ്ങനെ, പ്രൈസ് ദി ലോർഡ്, 1-ാമത്തെ മിഷൻ യാത്ര ഇങ്ങനെ ഈ നമ്മുടെ 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ 14-ാം അധ്യായത്തിൻ്റെ 26 വരെയുള്ള വാക്യങ്ങളിൽ 1-ാമത്തെ മിഷൻ യാത്ര നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, 14-ന്റെ 26-ാമത്തെ വാക്യം നോക്കി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്ന് ആയിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? 1-ാമത്തെ മിഷണറി യാത്ര എവിടെ നിന്ന് ആരംഭിച്ചു? അന്ത്യോക്യ എന്ന സഭയിൽ നിന്ന് ആരംഭിച്ച് സെലൂക്യയിലേക്ക് ചെന്നു.
നമ്മൾ പറഞ്ഞതായിട്ടുള്ള ഈ പ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 26-ാം വാക്യമായപ്പോഴേക്കും അവർ അന്ത്യോക്യയിലേക്ക് തിരിച്ചു വരുവാൻ ഇടയായി. 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നോക്കിക്കേ. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു, പലരെയും ശിഷ്യരാക്കി തീർത്തു. അപ്പോൾ ഒന്നാമത്തെ സഭയുടെ ഒരു വലിയ പ്രത്യേകത എന്തായിരുന്നെന്ന് പറഞ്ഞാൽ അവർ സുവിശേഷ ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു. ഈ കാലങ്ങളിലെ സഭയുടെ ഒരു ന്യൂനത എന്താണെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ ദൗത്യം അല്ലെങ്കിൽ സുവിശേഷ ആത്മാവിൻ്റെ പരിവർത്തനം നമ്മുടെ ഇടയിലൊക്കെ വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടോ? കുറഞ്ഞു പോയിട്ടുണ്ടോ? കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ നാമധേയമായിട്ടുള്ള നിലയിൽ മാത്രമേ സുവിശേഷം അറിയിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡിസംബർ മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചകളിലേക്ക് നാം വന്നിരിക്കുന്നു. ഡിസംബർ മാസത്തിലെ പ്രാരംഭ ആഴ്ചയാണിത്. അപ്പോൾ നമ്മുടെ സഭയുടെ ആ ഒരു അനുഭവം ഒന്ന് മാറുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. മാറ്റാൻ എത്ര പേര് താല്പര്യപ്പെടുന്നു? സ്തോത്രം. നമ്മുടെ സുവിശേഷ ദൗത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയായിട്ട് മാറുവാൻ വേണ്ടിയിട്ട് എത്ര പേര് പ്രാർത്ഥിക്കും? സ്തോത്രം. മിഷൻ അല്ലെങ്കിൽ ദൗത്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോവുക. സ്തോത്രം. അതിന് ഒരു വാക്ക് ഞാൻ പരിചയപ്പെടാം. നമ്മുടെ സഭ മിഷൻ മോഡിലേക്ക് മാറാൻ പോവുക. നമ്മുടെ സഭ എങ്ങനെ മാറാൻ പോകുന്നു? മിഷൻ മോഡിലേക്ക് മാറാൻ പോകുന്നു. ആ വാക്കൊന്ന് ചേർന്ന് പറയാമോ? നമ്മുടെ സഭ എങ്ങനെ മാറാൻ പോകുന്നു? മിഷൻ മോഡിലേക്ക് മാറാൻ പോകുന്നു. ഈ മിഷൻ മോഡെന്ന് പറയുമ്പോൾ അത് പൊതുവിൽ ഈ ഗവൺമെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങി കഴിയുമ്പോൾ അതിനെ ഉടനെ തന്നെ മിഷൻ മോഡിൽ അത് ചെയ്തു തീർക്കണമെന്ന് പറയും. നമ്മുടെ ഇവിടെ അടുത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പണി നടക്കുന്നത്. ഇവിടെ അടുത്തല്ലേ? അത് ഏകദേശമൊക്കെ കംപ്ലീറ്റായി. ഇനി കുറച്ച് കംപ്ലീറ്റ് ആവാനുണ്ട്. അത് മിഷൻ മോഡിൽ തീർത്ത ഒരു വർക്കാണെന്നാണ് പറയുന്നത്. എന്താണ് ഈ മിഷൻ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ ലക്ഷ്യമുണ്ടാകും. മിഷൻ മോഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നറിയാമോ? ഒന്ന്, വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ടാകും. രണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാകും. മൂന്നാമത്, വ്യക്തമായ ഒരു സമയക്രമമുണ്ടാകും. ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം. വിഴിഞ്ഞം തുറമുഖം പ്രഖ്യാപിച്ച സമയത്ത് 1000 ദിവസം കൊണ്ടത് തീർക്കുമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. എത്ര ദിവസമാണ് പറഞ്ഞത്? 1000 ദിവസം. അപ്പോൾ മിഷൻ മോഡാകുമ്പോൾ വ്യക്തമായ ലക്ഷ്യമുണ്ടാകണം. മിഷൻ മോഡാകുമ്പോൾ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാകണം. മിഷൻ മോഡാകുമ്പോൾ വ്യക്തമായ ഒരു സമയക്രമമുണ്ടാകണം. അതുപോലെ ലക്ഷ്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും അളക്കാനും സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും ഇതൊന്ന് ചേർന്ന് പറയാമോ? മിഷൻ മോഡാണെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകണം, വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാകണം, വ്യക്തമായ സമയക്രമം ഉണ്ടാകണം. പിന്നെന്താ വേണ്ടത്? ഈ ലക്ഷ്യങ്ങൾ പ്രാപിച്ചുവോ ഇല്ലയോ എന്ന് മെഷറബിൾ ആയിരിക്കണം. അഥവാ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം, കേട്ട് മനസ്സിലാക്കാൻ സാധിക്കണം, തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. സഭ മിഷൻ മോഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. സഭ മിഷൻ മോഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ പൊതുവെയുള്ള സഭകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പ്രോസ്പെരിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. അഭിവൃദ്ധി വേണം, വേണ്ടേ? അഭിവൃദ്ധി വേണം. എല്ലാവരും കടവും കടഭാരത്തിലും കിടക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നില്ല.
എല്ലാവരുടെയും ഭവനങ്ങളിൽ നല്ല ജോലികളുണ്ടാകണം, നല്ല വരുമാന മാർഗങ്ങളുണ്ടാകണം. നമ്മുടെ തലമുറയൊക്കെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് വിദേശങ്ങളിലൊക്കെ പോയി നല്ല സമ്പത്തുണ്ടായിക്കൊണ്ട് വരണം. ഇതൊക്കെ നടക്കണം, ഇതൊക്കെ വേണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഞാൻ പ്രാർത്ഥിക്കുന്നതും അങ്ങനെയാണ്. കർത്താവേ, അബ്രഹാമിന്, പഴയ നിയമ വിശുദ്ധന്മാർക്കൊക്കെ നല്ല സമ്പത്ത് നീ കൊടുത്തിരുന്നു. അബ്രഹാമിന് നല്ല സമ്പത്ത് കൊടുത്തിരുന്നു. ഇസഹാക്കാണെങ്കിൽ വിതച്ചപ്പോൾ 100 മേനി വിളവ് കിട്ടി. അതുകൊണ്ട് നമുക്കൊക്കെ നല്ല സമ്പത്ത് വേണം. കടഭാരവും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മറന്നുപോകാതെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ദൗത്യമുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നല്ല തീരുമാനമെടുക്കാൻ എത്ര പേർക്ക് സാധിക്കും? കർത്താവേ, സുവിശേഷത്തിൻ്റെ ദൗത്യത്തിലേക്ക് എന്നെ നീ നയിക്കണമേ. ഈ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? സുവിശേഷത്തിൻ്റെ ദൗത്യത്തിലേക്ക് എന്നെ നീ നയിക്കണമേ. സുവിശേഷത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ സഭ മിഷൻ മോഡിലേക്ക് മാറിയതായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു ആമേൻ പറയാം. ഈ സമയം മുതൽ നമ്മുടെ സഭ ഏത് മോഡിലേക്ക് മാറുന്നു? കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സഭ മിഷൻ മോഡിലേക്ക് മാറുക. നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ദൈവം തരും. ആ ലക്ഷ്യങ്ങളിലേക്ക് വ്യക്തമായ പ്ലാനുകൾ ദൈവം തരും. ആ ലക്ഷ്യങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള സമയക്രമങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നൽകുവാനിടയായിത്തീരും. അത് ലഭിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനവും നമ്മുടെ ഇടയിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഈ സുവിശേഷത്തിൻ്റെ ദൗത്യം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടിലെ അവരുടെ ചില പ്രൈസ് ദി ലോർഡ് പ്രവർത്തന രീതികൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ എന്താണ് ഈ സുവിശേഷത്തിൻ്റെ ദൗത്യം എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കുക, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ പൗലോസ് അവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞപ്പോഴേ ഇസ്രായേൽ ജനത്തിനെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത കാര്യം പറഞ്ഞ് പതിയെ 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 വന്നിട്ട് എവിടെ വരുന്നു എന്നറിയാമോ? കർത്താവായ യേശുവിൽ വരികയാണ്. ബാക്കി എന്ത് പ്രസംഗിച്ചാലും അവസാനം എവിടെ വരും? കർത്താവായ യേശുവിൽ വരികയാണ്. അതിപ്രശസ്തനായിട്ടുള്ളൊരു ദൈവദാസൻ പറഞ്ഞു, ക്രൂശിൽ കയറാത്ത പ്രസംഗങ്ങളൊന്നും പ്രസംഗങ്ങളല്ല എന്ന്. എവിടെയാണ് കയറേണ്ടത്? ക്രൂശിലേക്ക് പ്രസംഗം കയറണം. 1-ാം നൂറ്റാണ്ടിലെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവരേത് പ്രസംഗം പറഞ്ഞാലും അവർ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു വന്നിട്ട് അവസാനം കൊണ്ടെത്തിക്കുന്ന എവിടെയാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണവും കാൽവരി മരണത്തിന് ശേഷം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള അനുഭവം അവർ പ്രസംഗിച്ചിരുന്നു. അവരുടെ എല്ലാ പ്രസംഗത്തിലും വന്നിട്ടുള്ള ഒരു സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കാൽവരി മരണത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. കാൽവരി മരണത്തിന് ശേഷം കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിനെക്കുറിച്ച് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സുവിശേഷ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതായിരിക്കണം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ സാക്ഷിക്കണം. ഇപ്പം നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ ചർച്ചിലോട്ട് വരണം, നിങ്ങളുടെ കടഭാരങ്ങൾ മാറും, നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറും, ഭാരങ്ങൾ മാറും, സ്നാനപ്പെട്ട അനുഗ്രഹം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നതല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും ഇവിടെ പ്രൈസ് ദി ലോർഡ് അങ്ങോട്ട് രക്ഷയിലോട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ടോപ്പിക്ക് ഒന്ന് മാറ്റണം, നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റണം. എന്താണെന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ജീവിതവും ക്രിസ്തു കേന്ദ്രീകൃതം അഥവാ ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സുവിശേഷ സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ വരുവാനുണ്ട്. ഇപ്പോൾ മണി സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്കുള്ളത്. ലോകപരമായിട്ടുള്ള ഇമ്പങ്ങളെ കേന്ദ്രീകരിച്ച് ആണ് നമ്മുടെ ജീവിതമുള്ളത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ
സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നാം വരേണ്ടത് ആവശ്യമുണ്ട്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒരു നല്ല ആമേൻ പറയാൻ എത്ര പേർക്ക് സാധിക്കും? സ്തോത്രം. അതിനെ ഓർത്തുകൊള്ളാനാണ് പറയുന്നതല്ലേ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ആ സുവിശേഷത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരത്തുള്ളൂ. കർത്താവായ യേശുവിനെ, മരണത്തെ, അവൻ്റെ പുനരുത്ഥാനത്തെ ഓർക്കുന്ന പതിവ് നമുക്കുണ്ടോ? തിമത്യോസിനോട് പൗലോസ് പറയുന്ന കാര്യം ഇതാണ്: കർത്താവായ യേശുവിനെ നിങ്ങൾ ഓർക്കണം. വേറെ പലതുമൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്, പക്ഷേ ഈ കാര്യം നമ്മൾ ഓർക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഓർക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടൊരു അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്, ഒരു ക്രമീകരിച്ചിട്ടുണ്ട്. അതാണ് തിരുമേശയുടെ ശുശ്രൂഷ. അതിൽ ഓർക്കുന്ന കാര്യങ്ങൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കും, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറഞ്ഞ് അതും ഓർക്കും. ഓർക്കത്തില്ലയോ? ഓർക്കും. സ്തോത്രം. അപ്പോൾ സ്നാനപ്പെട്ടവരെല്ലാം അടുത്ത തിരുമേശയിൽ പങ്കുകൊള്ളണം കേട്ടോ. ഇവിടെ സ്നാനപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം? അടുത്ത തിരുമേശയിൽ പങ്കുകൊള്ളണം. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തെങ്കിൽ മാത്രമേ സുവിശേഷത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കത്തുള്ളൂ. പൗലോസിൻ്റെയും പത്രോസിൻ്റെയും പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അവർ പ്രസംഗിച്ച വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം. അത് കഴിഞ്ഞതിന് ശേഷം അവനെ കല്ലറയിൽ അടക്കിയെങ്കിലും മരണത്തിൻ്റെതായിട്ടുള്ള കയറുകൾക്ക്, മരണത്തിൻ്റെ പാശങ്ങൾക്ക്, മരണപാശങ്ങൾക്ക് അവനെ കെട്ടിവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സന്ദേശം അവർ വിളിച്ചറിയിക്കാനിടയായി. സ്തോത്രം. ഇതിനെക്കുറിച്ച് പറയുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നാണ്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 38-ഉം 39-ഉം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 38, 39. ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും. നോക്കുക. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്നവര് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെക്കുറിച്ച് അറിയുന്നു, അവിടുത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ ഉടനെ ആവശ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്: കർത്താവേ, ഞങ്ങൾക്ക് പാപമോചനം തരുമോ എന്നാ. പ്രൈസ് ദി ലോർഡ്. സഭ ലക്ഷ്യം വയ്ക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? നശിച്ചു പോകുന്ന അനേകരിൽ പാപമോചനം വേണമെന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് വല്ലാതെ നമ്മെ ഭരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിപ്പിക്കുക. ഇപ്പോഴത്തെ കൺവെൻഷനുകളൊക്കെ കഴിഞ്ഞിട്ട് എത്ര പേര് പാപമോചനത്തിലേക്ക് വരുന്നുവെന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് സ്നാനത്തിലേക്ക് വരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സുവിശേഷത്തിൻ്റെ
ആത്മാവ് എത്രത്തോളമുണ്ട് എന്നുള്ളത്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, നമ്മൾ മിഷൻ മോഡിലേക്ക് പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി കടന്നു വരുന്നവരുടെ ഒരു നീണ്ട നിര നമ്മുടെ മുൻപാകെ വെളിപ്പെടുവാനുണ്ട്. മിഷൻ മോഡിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് കേൾക്കാൻ സാധിക്കും, നമുക്ക് തൊട്ടറിയാൻ സാധിക്കും, നമുക്ക് അളന്ന് എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ അളക്കുവാൻ നമ്മൾ മുതിരത്തില്ലെങ്കിലും കാണുവാനും കേൾക്കുവാനും തൊട്ടറിയുവാനും കഴിയുന്ന ചില രക്ഷയുടെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ചിലരെ നയിക്കുവാൻ ശക്തിയുള്ള ഒരു കൂട്ടായ്മയായിട്ട്, ശക്തിയുള്ള ഒരു അനുഭവത്തിലായിട്ട് നമ്മുടെ ജീവിതം മാറുന്നത്, നമ്മുടെ സഭയുടെ ആത്മീക അനുഭവങ്ങൾ മാറുന്നത് ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ അത് അനുഭവിക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കുന്നു. ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. 39-ാമത്തെ വാക്യം, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നാം അറിയുന്നു. പാപമോചനം, നീതീകരണം, ഇതൊക്കെ ഉളവാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു മിഷൻ മോഡിലേക്ക് സഭ മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ആമേൻ പറയാമോ? പ്രസംഗം കഴിഞ്ഞാൽ അവിടെ എന്ത് വരണം? പാപമോചനം വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ നമുക്ക് ലഭിക്കേണ്ടുന്നത് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളല്ല, അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ നശിച്ചു പോകാത്ത നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നതായിട്ടുള്ള ആത്മീക അനുഭവങ്ങൾ പ്രാപിക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒരു വിശുദ്ധ സഭയായിട്ട് ഈ സഭയെ കർത്താവ് നീക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സുവിശേഷം, യേശുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന സുവിശേഷം നമുക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്നുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 2:5. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. വചനം പ്രസംഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വെളിപ്പെടണം? വചനം പ്രസംഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വെളിപ്പെടണം? ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം വെളിപ്പെടണം. ഇതെങ്ങനെയാണ് വെളിപ്പെടേണ്ടത്? ആത്മാവിൻ്റെയും ശക്തിയുടെ പ്രദർശനം നല്ല ശക്തിയായിട്ട് കൈയടിച്ച് ആരാധിച്ച് ഡ്രമ്മൊക്കെ നല്ലവണ്ണം പ്രൈസ് ദി ലോർഡ് ഉച്ചത്തിലടിച്ച് ചാടി തുള്ളി ആരാധിക്കുന്നത് കൊണ്ട് മാത്രമാണോ വെളിപ്പെടേണ്ടത്? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് വെളിപ്പെടേണ്ടത്? ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് എങ്ങനെയാണ്? അത് 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ച് വരുന്ന വേദഭാഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തതായി കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് മതി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം എന്ന് പറഞ്ഞാൽ. പ്രസംഗിക്കുന്നിടത്ത് ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ വന്നിരിക്കുമ്പോൾ അവനെ സൗഖ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഇത് നമ്മുടെ ഇടയിൽ നടക്കണം. ഇപ്പം നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. രോഗിയായിട്ട് കടന്നു വന്നിരിക്കുന്ന ഒരാൾ ആ ആരാധനയുടെ മധ്യത്തിൽ സംബന്ധിച്ചിട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കണം? സൗഖ്യം സംഭവിക്കണം. പക്ഷേ ഇവിടെ വായിച്ച വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 14-ന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് അവനോട് പറയുന്നത്
നീ എഴുന്നേറ്റ്. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം ഉണ്ടായാലും അത് ഏറ്റെടുക്കുന്ന ഒരുവൻ ആ സൗഖ്യം വരുന്നേ. കർത്താവും എന്താ പറഞ്ഞതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, നിൻ്റെ മനസ്സ്, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രസംഗത്തിന് ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം ഉണ്ടാകുമെങ്കിലും വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം കൂടെ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. വേറൊരു വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ നിശ്ചയം പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൽ 13 അധ്യായത്തിൻ്റെ 49 വാക്യം ഒന്ന് വായിക്കാം. 48 വാക്യം, 48. ജാതികൾ ഇത് കേട്ടു സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നോക്കി, അവിടെ ഒരു വാക്യം കൊണ്ടല്ലോ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും. ബാക്കി ആരും എന്ത് ചെയ്തില്ല? ബാക്കി എല്ലാവരും സഭായോഗത്തിൽ വന്നിരുന്ന് അങ്ങ് പോയതേ ഉള്ളൂ. പക്ഷെ നിത്യജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ വചനം ഏറ്റെടുത്തിട്ട് പോയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്ന് സമയമൊക്കെ തീരുമെന്ന് നോക്കി അവിടെ അങ്ങനെ ഇരുന്നു. അത് നിത്യജീവനായിട്ട് വേർതിരിക്കപ്പെട്ടവർ, സ്തോത്രം, വിശ്വസിച്ചു എന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ നോക്കിക്കേ, അപ്പം നിത്യജീവനായിട്ട് വേർതിരിക്കപ്പെടാനില്ല എന്നുള്ളവർ വെറുതെ വന്നിരുന്നിട്ട് അങ്ങ് പോകും. സൗഖ്യത്തിനായിട്ട് വിശ്വസിക്കാത്തവർ സൗഖ്യം പ്രാപിക്കാതെ കടന്നു പോകും. സുവിശേഷത്തിൻ്റെ ശക്തി, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ പ്രകാശനമൊക്കെ എത്ര ഉണ്ടായാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ഒരു പങ്ക്, നമ്മുടെ ഒരു സമർപ്പണം അതിലില്ലെങ്കിൽ ദൈവവൈതലേ, ഈ പ്രസംഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? അവരൊന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാപിക്കേണ്ടുന്ന സൗഖ്യം പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാപിക്കേണ്ടുന്ന നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ദൈവജനത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 14 അധ്യായത്തിൻ്റെ 21 വാക്യം പറയുന്നു, ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു, പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നിട്ട് വിശ്വസിച്ചവരോട് പറയുകയാണ്, വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത സന്ദേശം ഏതായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണെങ്കിൽ, വിശ്വാസത്തിൽ കടന്നു വന്നവരോട് പറയുന്ന സന്ദേശം, വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. അതിന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇംഗ്ലീഷിലെ ഒരു പരിഭാഷ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലായെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത് എന്നാണ്. കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത്. വേറെ പരിഭാഷയിൽ പറയുന്ന റിമൈൻ ഇൻ ട്രൂത്ത്, അല്ലെങ്കിൽ റിമൈൻ ട്രൂ ടു ഫെയ്ത്ത് എന്നാണ്. റിമൈൻ ട്രൂ ടു ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോട് സത്യസന്ധത പുലർത്തി നിങ്ങൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ നിലനിൽക്കണം. സ്തോത്രം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ വേദഭാഗവും 2 തിമോഥെയോസിൻ്റെ പുസ്തകവും തമ്മിൽ നല്ല ബന്ധമുണ്ട് കേട്ടോ. നമ്മൾ 2 തിമോഥെയോസിൻ്റെ ലേഖനം 3 അധ്യായത്തിൻ്റെ 10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 തിമോഥെയോസ് 3 അധ്യായം 10 വാക്യം. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയെ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. നീ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളൊന്ന് നോക്കി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായം 21 വാക്യം ഒന്ന് വായിച്ചേ.
ആ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. പലരെ ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്നു. 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിച്ച പട്ടണങ്ങളുടെ പേരെന്താണ്? ഏതൊക്കെയാ? അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സ്തോത്രം, ഈ സമയത്ത് പൗലോസ് പറഞ്ഞ എന്താണ്? അവിടെ വെച്ച് എനിക്ക് അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് തിമോഥെയോസേ നീ ദൃക്സാക്ഷിയായിരുന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനല്ലേ പറയുന്നത്? സ്തോത്രം. നിങ്ങളെന്ത് ചിന്തിക്കുന്നു? പൗലോസിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് തിമോഥെയോസ് ഉണ്ടായിരുന്നു? പൗലോസിൻ്റെ കൂട്ടത്തിൽ ആ സമയം തിമോഥെയോസ് ഉണ്ടായിരുന്നു? സ്തോത്രം. തിമോഥെയോസിനെ നമ്മൾ ആദ്യം കാണുന്നത് 16-ാമത്തെ അധ്യായത്തിലല്ലേ? അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തീമോഥെയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ 2-ാം മിഷണറി യാത്ര തുടങ്ങുമ്പോഴാണ് പൗലോസും തിമോഥെയോസും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. പക്ഷെ 1-ാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ തിമോഥെയോസ് പൗലോസിൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷകൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഇരുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇവൻ പ്രൈസ് ദി ലോർഡ് ചെറുപ്പം മുതലേ, ബാല്യം മുതലേ ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ദൈവദാസനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവൻ്റെ പ്രശസ്തി മുഴുവൻ ഏതിലായിരുന്നു? ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിരുന്നു. ആരാ? തിമോഥെയോസ്. അതാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ലുസ്ത്രയിലും ഇക്കോന്യയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു തിമോഥെയോസ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാൻ എത്ര പേർക്ക് സാധിക്കും? അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. സ്തോത്രം. തിമോഥെയോസ് എന്ന് പറയുന്ന യൗവനക്കാരൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവൻ എല്ലാവരാലും നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്? ക്രിസ്തുവിലൊരു നല്ല സാക്ഷ്യം എനിക്ക് വേണമെന്ന്. നമ്മുടെ നാടൊക്കെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിലൊരു നല്ല സാക്ഷ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. തിമോഥെയോസിൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ, തിമോഥെയോസിൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തിമോഥെയോസിൻ്റെ കൂട്ടത്തിലുള്ളവർ പ്രൈസ് ദി ലോർഡ് ദേശത്തിലെ ഉത്സവങ്ങളും അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ മറ്റ് ആഡംബര ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിമോഥെയോസ് എവിടെ പോയി നിൽക്കുമെന്നറിയാമോ? സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് തിമോഥെയോസ് പോയി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ലുസ്ത്രയില് പൗലോസ് പ്രസംഗിച്ച് ഒരു മുടന്തൻ സൗഖ്യമായി കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾ പുസ്തകത്തിൽ നോക്കാതെ പറയണം, ഉടനെ സംഭവിച്ച കാര്യം എന്താണെന്ന് പറയാമോ? ഉടനെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? കുറേ ആൾക്കാർ ചേർന്ന് പൗലോസിനെയും ബർണബാസിനെയും പിടിച്ച് ഒരാളെ ഇന്ദ്രനെന്നും മറ്റൊരാളെ ബുധനെന്നും പറഞ്ഞ് ദേവനാക്കി തീർത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ പൗലോസും ബർണബാസും പറഞ്ഞു, ഞങ്ങൾ ദേവന്മാരൊന്നുമല്ല, സാധാരണക്കാരാ, ക്രിസ്തുവാണ് അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങളെ ഈ ഒരു അനുഗ്രഹത്തിലേക്ക് നടത്തിയതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞിങ്ങനെ ജനത്തെ ഇങ്ങനെ ക്രിസ്തുവിലേക്ക് നടത്തിയപ്പോഴുണ്ട് കുറേ ആത്മീകരവിടെ വന്നു കേട്ടോ. സ്തോത്രം. യഹൂദ മതത്തിൽ വലിയ പരീശന്മാർ, ശാസ്ത്രിമാരും എന്ന് വിളിക്കപ്പെടുന്നവർ, അയച്ചതായിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ വന്ന് രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജനത്തെ മുഴുവൻ കലക്കി അവരെ മുഴുവൻ തെറ്റിച്ചിട്ട് പൗലോസിനെ അവർ കല്ലെറിയാനിടയായി. സ്തോത്രം. പൗലോസിനെ അവർ കല്ലെറിഞ്ഞിട്ട് ഒരു സമയമായപ്പോഴേക്കും ഇവൻ മരിച്ചുപോയി എന്ന് അവർ വിചാരിച്ചിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരാമേൻ പറയാമോ?
പ്രൈസ് ദി ലോർഡ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സഹോദരന്മാർ കൂടി നിൽക്കുന്ന സമയത്ത് കൂടി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പൗലോസിൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. ഈ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു, അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. സ്തോത്രം. ഇങ്ങനെ വലിയ പ്രതികൂലം നടക്കുന്ന സ്ഥലത്ത് ദൈവദാസന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് മൗനമായിട്ട് സാക്ഷിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭക്തൻ, അവൻ്റെ പേര് തിമോത്തിയോസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് നേരെ നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 14-19 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിനു പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ശൗല് തീരുമാനിക്കുകയല്ല, എനിക്ക് ഇത്ര എറിയുള്ളതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തുമെന്നല്ല തീരുമാനിച്ചത്. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെ ശിഷ്യരാക്കിയ ശേഷം ആദ്യം പോയ ലൂസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണത്തിലേക്ക് മടങ്ങി വന്നിട്ട് വിശ്വാസികളെ കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് എറി കൊണ്ടതും എനിക്ക് ഉപദ്രവം അനുഭവിച്ചതൊക്കെ സുവിശേഷത്തിന് മുതൽക്കൂട്ടായി മാറണം. നിങ്ങൾ ധീരമായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം. അവിടെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ള സന്ദേശത്തിൻ്റെ ആഴം പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് തിമോത്തിയോസിനോട് പറഞ്ഞ കാര്യം വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് നേരെ തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വീണ്ടും നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം 11 എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ട്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. നീ കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താ? പൗലോസിനെ കല്ലെറിഞ്ഞതും അവൻ മരണത്തോളം പോയതും ഒക്കെ കണ്ടുകൊണ്ട് നിന്ന ഒരു ഭക്തനായിരുന്നു തിമോത്തിയോസ്. സ്തോത്രം. ഇങ്ങനെ സുവിശേഷത്തിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിൽക്കാൻ ഇവിടെ എത്ര സഹോദരന്മാർ തയ്യാറാകും? കർത്താവിൻ്റെ മഹത്വമുള്ള വേലയുടെ ഭാഗമായിട്ട് ഉപദ്രവത്തിന് മുൻപാകെ നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് നിൽക്കുവാൻ തയ്യാറുള്ള എത്ര ഭക്തരായിട്ടുള്ള മനുഷ്യർ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ആമേൻ. തീരുമാനമെടുക്കാമോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ താല്പര്യങ്ങളൊക്കെ പല രീതിയിലും ലോകമയത്വത്തിലേക്കായി തീരുമ്പോൾ കർത്താവിടെ ആഗ്രഹിക്കുന്നത് സുവിശേഷത്തിൻ്റെ കരുത്തുള്ള സഹോദരന്മാർ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കണമെന്നാണ്. സുവിശേഷത്തിൻ്റെ കരുത്തുള്ള സഹോദരിമാർ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കണമെന്നാണ്. ഉപദ്രവം പേടിച്ചിട്ട് ആമേൻ മാറിപ്പോകുന്ന അനുഭവത്തിലല്ല, ഉപദ്രവത്തിന് മുൻപാകെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ മഹിമയുള്ള നാമത്തെ ഉയർത്തുവാൻ കപ്പാസിറ്റിയുള്ള ചിലരെ കർത്താവ് ഇതിനകത്തു നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുക. റെയിൽഖനാരകൽഖനാരകനഗസ്യാനഘടകതരം ഉടമിനാരമനവസന്തുരാലകരകസ്യാനകാടകനഗതരം ഖണ്ഡലാരകനഗസ്യാന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അപ്പോൾ വെറുതെ ഇങ്ങനെ വന്ന് ആരാധിച്ചിട്ട് പോകുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. പാപമോചനം പ്രസംഗിക്കാൻ കഴിയുന്ന, സ്തോത്രം, നീതീകരണം പ്രസംഗിക്കാൻ കഴിയുന്ന, പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അതിശക്തമായിട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന, ധീരതയുള്ള, ധൈര്യമുള്ള, പുരുഷത്വമുള്ള വിശ്വാസ സമൂഹത്തെ ദൈവം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് കയറിയതേ ഉള്ളൂ. സ്തോത്രം.
ആ അവിടുത്തെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. റിമെയിൻ ട്രൂ ടു ഫെയ്ത്ത്, റിമെയിൻ ട്രൂ ടു ഫെയ്ത്ത്. പക്ഷേ അതെങ്ങനെ നിലനിൽക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് പൗലോസ് പറഞ്ഞത് തിമോഥെയോസിനോടാണ്. 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11 കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിനെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. കാതലായ ഒരു സന്ദേശം തിമോഥെയോസിനോട് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ക്രിസ്ത്യാനികൾക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് അവിടെ പറയുന്നില്ല. പിന്നെ ആർക്കാ ഉപദ്രവം ഉണ്ടാകുന്നത്? ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഉപദ്രവം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. വിശ്വാസത്തെ ജീവിതത്തിൽ ഒരു ഗൗരവമില്ലാതെ മുന്നോട്ട് പോകുന്നവർക്കൊന്നും ഉപദ്രവം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അതിന് കാര്യം എന്താണെന്ന് താഴ്ത്ത് പറയുന്നുണ്ട്. സ്തോത്രം. എന്താ കാര്യം? ദുഷ്ടമനുഷ്യരും, ഞാൻ വായിച്ചോളാം മോളെ. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുമെന്ന. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. പ്രൈസ് ദി ലോർഡ്. മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുമെന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ കിടക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഫ്രം ബാഡ് ടു വേഴ്സ് എന്നാണ് പറയുന്നത്. ബാഡ് ടു വേഴ്സ്. അവരെങ്ങനെ പോവും? സ്വതവേ ചീത്തയായിരുന്ന ആൾ കുറച്ചുകൂടി വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ലിറ്ററേച്ചർ പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ. വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലും മോശമായി. സ്വതന്ത്രം. കഴിഞ്ഞ 2 മാസം മുമ്പ് അവൻ ചെയ്ത പ്രവൃത്തിയേക്കാൾ അധികം മോശമായ പ്രവൃത്തിയാണ് അവൻ 2 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പം ചെയ്യുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാവും നന്നാവുമെന്നാണ് പറയുന്നത്. വേഴ്സിൽ നിന്ന് എവിടേക്ക് പോവും? വേഴ്സിൻ്റെ അടുത്ത സൂപ്പർലേറ്റീവ് എന്താണ്? വേഴ്സ്റ്റായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ചുറ്റുവട്ടത്തുള്ളവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയാതെ നടക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ മോശമായതിൽ നിന്ന് മോശമായതിലേക്ക് പോയിക്കൊള്ളുക. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യമുണ്ടല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ, സ്തോത്രം, അനീതി ചെയ്യുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, അഴുക്കുള്ളവൻ. ആ വാക്യം ഒന്ന് നന്നായിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതാണ് ആൾക്കാരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഞാനീ നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ സഹോദരിമാരോട്, പ്രൈസ് ദി ലോർഡ്, ഞാൻ അവരുടെ ക്ലാസ്സിലെ കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇപ്പോൾ 90% പെൺകുട്ടികളും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വീഡിയോ കോളിലും ചാറ്റിങ്ങിലുമാണ് സമയം ചെലവഴിക്കുന്നത്. സ്തോത്രം. ആണുങ്ങൾ മോശമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പണ്ട് സമൂഹത്തിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, സമൂഹത്തിനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രിയപ്പെട്ടവൻ ഈ അടുത്ത സമയത്ത് പറയുന്നത് കേട്ടു, ഞാനീ പ്രസംഗിക്കുന്നത് ചിലപ്പം, പ്രൈസ് ദി ലോർഡ്, ഇപ്പോഴത്തെ റൂളിന് വിരുദ്ധമായിട്ടാണ് പ്രസംഗിക്കുന്നത്. എപ്പോഴാണോ വടി അധ്യാപകരുടെ അടുത്തുനിന്നെടുത്ത് മാറ്റിയത്, അന്ന് മുതൽ കൊച്ചുങ്ങൾ ചീത്തയാവാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. വടി എപ്പോഴാണോ വീട്ടിൽ നിന്ന് മാറ്റിയത്, വടി എപ്പോഴാണോ സ്കൂളിൽ നിന്ന് മാറ്റിയത്, അന്ന് മുതൽ കൊച്ചുങ്ങൾ ചീത്തയാവാൻ തുടങ്ങിയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ശരിയാണോ തെറ്റാണോ? നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ അടി കൊണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ
അടിയെന്ന് പറയുന്ന സംഭവം ഇല്ലേ ഇല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്തായെന്നറിയാമോ, സമൂഹം ഇങ്ങനെ ബാഡ് ടു വേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം ഏതെങ്കിലും രീതിയിൽ അധികാരം പിടിച്ചു പറ്റുക, അതിന് എന്ത് കൊള്ളരുതായ്മയും കാണിക്കുക, ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെങ്കിലും അധികാരം പിടിച്ചു പറ്റുക, കുറേ പണമുണ്ടാക്കുക, എന്നിട്ട് എല്ലാ മോശപ്രവൃത്തികളും ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നാണം കെട്ടും പണമുണ്ടാക്കിയാൽ നാണക്കേട് ആ പണം മറയ്ക്കുമെന്ന ഇപ്പോഴത്തെ ചൊല്ല്. പക്ഷേ ദൈവവചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുള്ള, നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുള്ള സമൂഹം ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് എന്ത് ദോഷം അടുത്ത ചെയ്യാമെന്ന് പ്രൈസ് ദി ലോർഡ് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് മധ്യത്തിൽ തിമത്യോസിനെ പോലെ ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ഒരു പ്രത്യേക കൃപ ആവശ്യമാണ്. സ്തോത്രം. ഇത് മനസ്സിലാക്കി കൂടിക്കലരാതെ ക്രിസ്തുവിൽ വേർപെട്ട് സ്തോത്രം ശക്തമായിട്ട് വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ എത്ര പേരിന്ന് തീരുമാനമെടുക്കുമെന്നാണ് ദൈവത്തിന് അറിയേണ്ടത്. എനിക്കും എൻ്റെ ചുറ്റുമുള്ള ലോകത്തെ ഞാൻ ക്രിസ്തു കേന്ദ്രീകൃതമാക്കി ആക്കി തീർക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിമത്യോസിനോട് പറയുകയാണ്, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കെന്ത് ഉണ്ടാകും? ഉപദ്രവം തീർച്ചയായിട്ടും ഉണ്ടാകും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ദോഷത്തിൽ നിന്ന് അടുത്ത ദോഷത്തിലേക്ക് മനുഷ്യനിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വായിച്ചേ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ തിമത്യോസേ? നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? നീ വല്ലപ്പോഴും എടുക്കുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ, സത്യവേദ പുസ്തകം. എപ്പോഴൊക്കെയാണ് ഇത് എടുക്കുന്നത്? സാധാരണ ഇതെപ്പോഴാണ് എടുക്കുന്നത്? അത് അമ്മച്ചി എടുക്കണത്. ഞാൻ കുട്ടികളോടാണ് ചോദിച്ചത്, എന്നെടുക്കും ഇത്? ഞായറാഴ്ച രാവിലെ ആകുമ്പോഴെങ്കിലും എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഞായറാഴ്ച മാത്രം ഇതെടുത്തതുകൊണ്ട് ഇത് ഗുണമില്ല തിമത്യോസേ. ഇതിനെ എടുക്കേണ്ടതുപോലെ എടുക്കണം. എങ്കിലേ ഈ കാലഘട്ടത്തിൽ നിനക്ക് ദോഷം ചെയ്യാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ എടുക്കേണ്ടതുപോലെ എടുക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ സഭയ്ക്കൊരു സ്റ്റഡി പ്ലാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. 2026 എന്തോ കൊടുക്കണം? വചനത്തിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. സ്റ്റഡി പ്ലാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? 3, 4, 5. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? 6, 7, 8. സ്റ്റഡി പ്ലാൻ കിട്ടിയാൽ ഞാൻ ബൈബിൾ വായിക്കുമെന്ന് എത്ര പേര് പറയുന്നു? പ്രൈസ് ദി ലോർഡ്. സ്റ്റഡി പ്ലാൻ കിട്ടിയാൽ ഞാൻ തിരുവചനം വായിക്കും എന്നെത്ര പേര് പറയുന്നു? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പോവുക. പക്ഷേ തിമത്യോസിന് ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിമത്യോസിന് ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാനൊന്നും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചതിലും നിലനിൽക്കാം.
അടുത്ത വാക്യം വായിച്ചേ. എല്ലാ തിരുവെഴുത്തും എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനം നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ ദൈവവചനം 4 രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ആമേൻ. ദൈവവചനം എന്ത് ചെയ്യണം? 4 രീതിയിൽ ഉപയോഗിക്കണം. അതോടെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്തോത്രം. 4 രീതിയിൽ പ്രയോജനപ്പെടുത്തണം. എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത്? 1 ഇൻസ്ട്രക്ഷൻ, ഉപദേശം. 2 ശാസനത്തിന്. 3 ഗുണീകരണത്തിന്. 4 നീതിയിലെ അഭ്യസനത്തിന്. ബൈബിൾ ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണമെന്നാണ് തിരുവെഴുത്ത്. 1 ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപദേശം ഇതിൽ നിന്നാണ് എടുക്കേണ്ടത്. ഏതൊരു കാര്യത്തിനും ഉപദേശം നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം, ഇതിൽ നിന്ന് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പനെ അമ്മയൊക്കെ ഫ്രണ്ട്സാക്കി മാറ്റിയ ഒരു സംസ്കാരമാണ് നമുക്കിപ്പോൾ ഉള്ളത്. പക്ഷേ വചനം പറയുന്നത് എന്താണ്? നിൻ്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കുക. അതാണ് കറക്റ്റ്. ഫ്രണ്ട്സ് ആയിക്കോ, പക്ഷേ അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ബഹുമാനിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയാമോ? നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനും നന്മയുണ്ടാകുവാനും ദേശത്ത് നിന്നെ ഉറപ്പിക്കുവാനും വേണ്ടി സാധിക്കുന്ന വാഗ്ദത്തങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കൽപ്പനയാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞ ഇങ്ങനെ എല്ലാ കാര്യത്തിനും പ്രൈസ് ദി ലോർഡ് ഉപദേശം എടുക്കേണ്ടത് എവിടുന്നാ? ബൈബിളിൽ നിന്നാണ് ഉപദേശം എടുക്കേണ്ടത്. അപ്പോൾ ഉപദേശത്തിൻ്റെ സോഴ്സായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഇൻസ്ട്രക്ഷൻ്റെ സോഴ്സായിട്ട് കണക്കാക്കേണ്ടത് ദൈവവചനമാണ്. വേറെ ഒത്തിരി സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഉപദേശങ്ങൾ കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിളിനോട് ഉപദേശം ചോദിക്കും, യൂട്യൂബിനോട് ഉപദേശം ചോദിക്കും, കൂട്ടുകാരോട് ഉപദേശം ചോദിക്കും. ഇതൊക്കെ ഉപദേശങ്ങളാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള ഉപദേശം എടുക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ദൈവവചനമാണ്. സ്വതന്ത്രം. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ ഭർത്താവിനെ എങ്ങനെ കീഴ്പ്പെടണം, സ്വതന്ത്രം. ഭർത്താവ് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം. ആ കീഴ്പ്പെടണമെന്നുള്ള വാക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത വാക്കാണ്. സ്വതന്ത്രം. നമ്മുടെയൊക്കെ കുടുംബജീവിതം തകർന്നു കിടക്കുന്നത് കണ്ടെങ്കിലും ദൈവവചനം അനുസരിച്ച് ഒന്ന് പണിത് വരാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ശരണപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ വന്ന് ആരാധിച്ച് രക്ഷിക്കപ്പെട്ടിട്ട് നമ്മുടെ കുടുംബമെങ്കിലും മിനിമം പണിയപ്പെട്ടില്ല എങ്കിൽ എന്തോ ഒരു നഷ്ടമാണ് അത്, അല്ലേ? നഷ്ടമാണോ ലാഭമാണോ? നഷ്ടം തന്നെയാ. ആണോ ഇല്ലയോ? ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുമെന്നുള്ള അനുഭവത്തിൽ നമുക്ക് വീട്ടിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വിശ്വസിച്ച് നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുക്കേണ്ടത് എവിടുന്നാ? ദൈവവചനത്തിൽ നിന്ന് എടുക്കണം. ദൈവവചന അനുസരണം എൻ്റെ കുടുംബം പണിയപ്പെടണം. അടുത്തത് ശാസന. ഉപദേശത്തിനും ശാസന. ആരാർക്കാ ശാസന കൊടുക്കേണ്ടത്? ആരാർക്കാ ശാസന കൊടുക്കേണ്ടത്? പറഞ്ഞേ, ആരാർക്കാ ശാസന കൊടുക്കേണ്ടത്? അപ്പനമ്മമാരെ മക്കളെ ശാസിക്കണ്ടേ? ശാസിക്കണമല്ലോ. ഗുരുക്കന്മാർ പ്രൈസ് ദി ലോർഡ് പഠിപ്പിക്കുന്നവരെ ശാസിക്കണ്ടേ? പാസ്റ്റർ വിശ്വാസികളെ ശാസിക്കാമോ? ആ ശാസനയ്ക്ക് എന്താ പറയുന്നത്? നീതിമാൻ്റെ ശാസന ഇപ്പോൾ ഒട്ടും നടക്കാത്ത കാര്യമാണ് അത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്ത കാലത്തല്ല, ഒരു 2 വർഷം മുമ്പ് ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, സഹോദരി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ നമുക്ക് കർശനമായിട്ട് ശാസിക്കേണ്ടി വരും. അങ്ങനെ ഉടനെ കിട്ടിയ മറുപടി എന്താണെന്നറിയാമോ? കർശനമായിട്ട് ശാസിച്ചോ, ഞാൻ അടുത്ത സഭയിൽ പോവും.
കർശനമായിട്ട് ശാസിച്ചോ, ഞാൻ അടുത്ത സഭയിൽ പോവും. അടുത്ത സഭയിൽ പോകുമ്പോഴത്തേക്കും പ്രൈസ് ദി ലോർഡ്, ഇവിടെ ബാക്കിയുള്ളവർ പറയും പാസ്റ്ററുടെ ആ അന്നത്തെ പ്രസംഗം കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് അവർ പോയതെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്ററിനെ എന്ത് ചെയ്യും? അതുകൊണ്ട് പാസ്റ്റർ വിചാരിക്കും രക്ഷിക്കപ്പെടുന്നവർ രക്ഷിക്കപ്പെടട്ടെ. എനിക്ക് ഇന്നലെ ഒരു വാക്യം കിട്ടി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അവനിൽ വിശ്വസിച്ചു. ഇന്നലെ കിട്ടിയ വാക്യമാണ്. അതോടുകൂടി എനിക്ക് സമാധാനമായി. ആരെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അവന് നിത്യജീവന് വേണ്ട, അതുകൊണ്ട് അവൻ വിശ്വസിക്കാത്ത. അവൾ വിശ്വസിക്കാത്തതിൻ്റെ കാര്യം എന്താ? അവർക്ക് നിത്യജീവൻ വേണ്ട. എന്താ കർത്തൃമേശ എടുക്കാത്തത്? നിത്യജീവൻ വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്താ സഭാരാധനയ്ക്ക് വരാത്തത്? നിത്യജീവൻ വേണ്ട. എന്തുകൊണ്ടാണ് കൂട്ടായ്മ സംബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ലാത്തത്? നിത്യജീവൻ വേണ്ട. സ്തോത്രം. എങ്ങനെങ്കിലും തട്ടിമുട്ടി അങ്ങ് പോയാൽ മതി. നിത്യജീവൻ വേണ്ട. നിത്യജീവൻ വേണ്ടാത്തവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവൻ തിരിച്ചിങ്ങോട്ട് നിൽക്കും. അപ്പം ശാസിക്കണം. ശാസിക്കുമ്പോൾ ഏതിലേക്കാണ്? ആമേൻ. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസിക്കണം? ദൈവവചനം അനുസരിക്കാൻ ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദേഷ്യം വരുമ്പോൾ പിള്ളേരെയൊക്കെ വലിച്ചു കൂട്ടിയിട്ട് ആടിച്ച് തല്ലി റെഡിയാക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അടിച്ച് തല്ലി കൂട്ടാനുള്ളതല്ല, ദൈവവചനം അനുസരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശാസിക്കേണ്ടത്. സ്തോത്രം. ശാസനയ്ക്കും ഗുണീകരണത്തിനും. ഗുണീകരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് ഗുണീകരണം എന്ന് പറയുന്നത്. സ്തോത്രം. ഗുണീകരണത്തിനും അടുത്തത് നീതിയിലെ അഭ്യസനത്തിനും ഉതകുന്നു. ഈ 4 നിലയിൽ സ്തോത്രം ദൈവവചനം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയെങ്കിലേ മക്കളെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ കേട്ടോ. സ്തോത്രം. സ്തോത്രം. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് ദൈവവചനം പറഞ്ഞതിൻ്റെ ആഴം പൗലോസ് തിമത്തിയോസിനോട് ഉപദേശരൂപേണ പറഞ്ഞു കൊടുക്കുക. പൗലോസിൻ്റെ അന്ത്യ ലെറ്ററാണ്, അവസാനത്തെ ലെറ്ററാണ് 2 തിമത്തിയോസിനെന്നറിയാം. തിമത്തിയോസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോവുകയാണ്. നിന്നെക്കുറിച്ച് എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ കല്ലറി കൊണ്ട് ഞാൻ മരണത്തോളം പോയി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ പോകാതെ ഇവൻ തിരിച്ചു വരുമോ എന്ന് കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ തിമത്തിയോസ് അന്ന് ഉണ്ടായിരുന്നു. സ്തോത്രം. പിന്നീട് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അമ്മ പ്രൈസ് ദി ലോർഡ് യുനീക്കയിലും വലിയമ്മ ലോവീസിലും ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അനുഭവം നിന്നിലുണ്ടായിരുന്നു എന്നറിഞ്ഞ് എനിക്ക് നിന്നെക്കുറിച്ച് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. ഈ അവസാന സമയത്ത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എൻ്റെ മേൽ ഏൽപ്പിച്ചിട്ട് ശിരച്ഛേദം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു മുഖം, തിമത്തിയോസേ, നിൻ്റെ മുഖമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നിൽ എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർ ഫ്രം ബാഡ് ടു വേഴ്സ് പോയിക്കൊണ്ടിരിക്കുക. സമൂഹം മുഴുവൻ ദോഷത്തിൽ നിന്ന് ദോഷത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. അവർ കിട്ടാവുന്ന സാമഗ്രികളൊക്കെയും ജഡികമായിട്ടുള്ള അനുഭവങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുക. ലോകമയത്വത്തിൽ അവർ വീണുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നീ ഈ പുസ്തകത്തെ സ്നേഹിക്കാൻ തുടങ്ങണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് അതിനകത്തുണ്ട്. അതുപോലെ മനുഷ്യനെങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന മാനുവലാണ് ഈ ബൈബിൾ. ഇതിനെ 4 രീതിയിൽ ഉപയോഗിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കാം. നോക്കിയേ, ഇവിടെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താൻ ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടയിൽ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഈ ബാഡ് ടു വേഴ്സിലേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ദൈവഭയം നഷ്ടപ്പെട്ടതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ എങ്ങനെങ്കിലും പുറത്താക്കി കളയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിനെന്തെല്ലാം തർക്ക വിഷയങ്ങളാണ് പറയുന്നത് അറിയാമോ? മനുഷ്യൻ കുരങ്ങിനീന്നല്ലേ ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അവിടെ ഒരു സ്ഥാനവുമില്ല. ദൈവമില്ലെങ്കിലും യേശുവില്ലെങ്കിലും ഇതിങ്ങനെയൊക്കെ പോകുമെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാ?
സ്വതന്ത്രം പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തിമത്യോസേ, നീ ഒരു കാര്യം ചെയ്യണം, സൂക്ഷിച്ച് ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണം.